നമസ്കാരം. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനുണ്ടായ കനത്ത തോൽവി കേരള കോൺഗ്രസിനെ ഒന്നുകൂടി ചിന്തിപ്പിക്കുന്നതിലേക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ CPM-നെതിരെ ശക്തമായ നിലപാടുമായി കേരള കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തോമസ് ചാഴികാടൻ ഇക്കാര്യം പറയുകയും തൻ്റെ തോൽവിക്ക് കാരണം CPM ആണ്, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് കൃത്യമായ രീതിയിൽ ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതായത് കഴിഞ്ഞ നവകേരള യാത്രയ്ക്കിടയിൽ പാലായിൽ നവകേരള യാത്ര എത്തിയപ്പോൾ അതിൽ സ്വാഗതം ആശംസിച്ചത് തോമസ് ചാഴികാടൻ MP ആയിരുന്നു. അന്ന് തോമസ് ചാഴികാടൻ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് എടുത്തു പറയുകയുണ്ടായി. അതായത് കോട്ടയത്തിൻ്റെയും പാലായുടെയും വികസനം കുറച്ചുകൂടി ഒന്ന് പുരോഗമിക്കാനുണ്ട്, പാലായിൽ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആമുഖ പ്രസംഗത്തിൽ തോമസ് ചാഴികാടൻ സ്വാഗതം ആശംസിച്ചത്. ഇത് കഴിഞ്ഞ് മുഖ്യപ്രഭാഷണത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തോമസ് ചാഴികാടനെതിരെ പൊട്ടിത്തെറിക്കുകയും ഇതുവരെയും നവകേരള യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ച് പോലും അറിയാൻ കഴിയാത്ത, അതിനെക്കുറിച്ച് പോലും കൃത്യമായ ധാരണയില്ലാത്ത ഒരു MP ആണ് കോട്ടയത്തിൻ്റേത് എന്ന് അറിയുന്നതിൽ വലിയ നിരാശയുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ഈ തന്നെ തുറന്ന സദസ്സിൽ, അതും ഞങ്ങളുടെ കേരള കോൺഗ്രസിൻ്റെ തട്ടകത്ത് വെച്ച് പിണറായി വിജയൻ ശകാരിക്കുകയും വിമർശിക്കുകയും ചെയ്തത് തൻ്റെ തോൽവിക്ക് പ്രധാന കാരണമായി എന്നാണ് തോമസ് ചാഴികാടൻ എടുത്തു പറഞ്ഞത്. മാത്രവുമല്ല, ഇപ്പോൾ കേരള കോൺഗ്രസിന് അവരുടെ തട്ടകമായ കോട്ടയത്ത് MLA-യും MP-യും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നീക്കം, CPM-ൻ്റെതായ നീക്കം തങ്ങൾക്ക് വലിയ തോതിൽ ദോഷകരമായി പാർലമെൻറ്റ് ഇലക്ഷനിൽ ബാധിച്ചു എന്ന് തന്നെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയർന്ന ചർച്ചകൾ പരാമർശിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് പുറത്തേക്ക്, സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിന്നും പുറത്തേക്ക് ഈ ചർച്ചകൾ വന്നിട്ടില്ല, അഭിപ്രായ പ്രകടനങ്ങൾ വന്നിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. അതിന് പ്രധാന കാരണം ഇപ്പോൾ രാജ്യസഭയിലേക്ക് കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ജോസ് കെ മാണി എത്തിയ അവസരം കൂടി ആയതുകൊണ്ട് തുറന്ന ഒരു യുദ്ധത്തിലേക്ക് തങ്ങൾ ഇപ്പോൾ പോകുന്നില്ല എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് എന്നാണ് അറിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം നിലപാടുകൾ കേരള കോൺഗ്രസിനകത്ത് ഇത്തരം ചർച്ചകൾ കൂടുതൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസിൻ്റെ നാശത്തിന് ഹേതുവാകുന്ന ഒരു ഘടകമാണ് ഇപ്പോൾ, ഹേതുവാകാനുള്ള ചില സാഹചര്യങ്ങൾ CPM-ൽ ഉണ്ടാകുന്നു എന്നുള്ളതും എടുത്തു പറയുന്നുണ്ട്. അതിന് പ്രധാനമായി പറയുന്നത് CPM-ൽ പാലായിലുണ്ടായ, കഴിഞ്ഞ ദിവസമുണ്ടായ ചില സംഭവ വികാസങ്ങൾ തന്നെയാണ്. അതും കൂടുതൽ ചർച്ചയിലേക്ക് വരുമെന്നാണ് അറിയുന്നത്. എന്തായാലും CPM-നെതിരെ ഒരു പൊട്ടിത്തെറിയിലേക്കാണ് ഇപ്പോൾ കേരള കോൺഗ്രസിൽ അംഗങ്ങൾ നീങ്ങുന്നത് എന്ന് സംശയലേശമന്യേ പറയേണ്ടി വരും.